കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് ആഗതനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാനൊരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, 2020 കൊറോണ സംഭവിച്ചപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് ആരംഭിക്കേണ്ടി വന്ന ഒന്നാണ് നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ. നിരന്തരമായിട്ട് നമ്മൾ പുതിയ നിയമ വെളിപ്പാടുകൾ നമ്മുടെ ചർച്ചിനകത്ത് 2007-8 കാലഘട്ടം മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. തൃശ്ശൂർ ചർച്ചിൽ പഠിക്കുന്നുണ്ട്. 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കൊറോണ വരുന്നത്. അതിനു മുമ്പ് കർത്താവ് എന്നെ കാണിച്ച സ്വപ്നമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, കർത്താവ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരു അന്ത്യകാല ഉണർവിനായിട്ട് ദൈവാത്മാവ് ഈ പഠിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഒരു സൈന്യമായിട്ട് കൂട്ടിച്ചേർക്കുമെന്നും ഇവരെ കർത്താവിൻ്റെ ആത്മാവ് ഒരുമിച്ച് പഠിപ്പിച്ചൊരു സൈന്യമാക്കി മാറ്റുമെന്നും കർത്താവ് എന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൈക്കുകൾ അൺമ്യൂട്ടാകാതെ നോക്കുക. അപ്പോൾ അന്ത്യകാല ഉണർവിനകത്ത് കർത്താവ് ഇവരെയെല്ലാം ശക്തിയോടെ ഉപയോഗിക്കും. ഒരു കൂട്ടത്തെ കർത്താവ് പട്ടണങ്ങളിൽ വളർത്തുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് വരും. ആ സൈന്യം തിരുവചന വെളിപ്പാടിൽ ഒരു ശരീരമായിട്ട് എഴുന്നേറ്റ് വരികയും അതിനകത്തുകൂടെ കർത്താവ് ഒരു ഉണർവ് അയക്കുമെന്നും ആ ഉണർവ് ജ്വലിച്ചു നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് സംഭവിക്കുമെന്നും കർത്താവിൻ്റെ 2019 കാണിച്ച കാഴ്ചയാണ്. അതിനിടയിൽ 2020 എനിക്ക് തോന്നുന്നു സമാപന മാസങ്ങളിൽ, നവംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മൾ ബൈബിൾ കോളേജ് ആരംഭിക്കുന്നത്. എന്നെ പലവട്ടം പറയാൻ കാരണം ഇന്ന് ഞാനൊരു സ്വപ്നം കണ്ടു, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. 2 വ്യക്തികൾ നിരന്തരമായിട്ട് എന്നെ ഓരോ മണിക്കൂർ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ലിനി സിസ്റ്റർ ചേച്ചി, ജയ സിസ്റ്ററും. അപ്പോൾ 2 പേർക്ക് വേണ്ടി ഓരോ മണിക്കൂർ എന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ബൈബിൾ കോളേജ് പഠനം ആരംഭിക്കാം. ഞാൻ 20 പേരുണ്ടെങ്കിൽ ബൈബിൾ പഠിപ്പിക്കാം. അങ്ങനെ ബൈബിൾ കോളേജ് ആരംഭിച്ചു. ഇത് ദൈവഹിതപ്രകാരമുള്ള വചനപഠനമായിട്ടൊരു ബൈബിൾ കോളേജായിട്ട് മാറുമെന്ന് അന്ന് ഞാൻ പേര് മറന്നുപോയി. കുവൈറ്റിലുള്ളൊരു ആൻറ്റി അതിനെ ഒരു കാഴ്ചയായിട്ട് കണ്ടു, ഒരു ദർശനമായിട്ട് കണ്ടു. 2 മുംബൈയിലുള്ള അലൻ ബ്രദർ അതൊരു ദർശനമായിട്ട് കണ്ടു. ഇതിനകത്ത് കണ്ടമാനം പേര് പഠിച്ചിറങ്ങും. ചിലർ കുറച്ച് പഠിച്ച് നിർത്തും, ചിലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, ചിലരിതിനകത്ത് തൻ്റെ ഒരു കാഴ്ചയായിട്ട് കാണുക, ചിലർ ഇതിന് പല കാറ്റഗറികളിൽ ഇതിനകത്ത് പഠിച്ചിറങ്ങും. റോഷ്മി, അത് തന്നെ റോഷ്മി ജിന്നത്ത് ഒരു സിസ്റ്ററാണ്. അവർ ഫാമിലിയായിട്ട് നിരന്തരം ഈ ക്ലാസ്സിൽ കയറാറുണ്ട്. അലൻ ബ്രദർ, എനിക്ക് അവർ 2 പേരും നല്ല ഓർമ്മയുണ്ട്. അലൻ ബ്രദർ കണ്ടത് ഒന്നും കൂടി ആഴമായി. ഈ റോഷി സിസ്റ്ററിനകത്ത് കണ്ടപ്പം ഷാലോം ഗ്ലോബൽ, ഷാലോം ഫാമിലി ഗ്ലോബൽ, ഷാലോം ഗ്ലോബൽ ബൈബിൾ കോളേജ് എന്നാണ് നമ്മൾ പേരിട്ട്. അപ്പോൾ ആളൊരു രസം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഷാലോം സജി ജോർജ് ബൈബിൾ കോളേജ് മറ്റു പുള്ളി അങ്ങനെ ഒരു കാഴ്ച കൊണ്ട് കണ്ടതിനകത്ത്. ഇതെല്ലാം അന്ന് നടന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പുറകിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നിരന്തരമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഓഡിയോ ഞാൻ അവിടെ നിന്ന് ലിനി സിസ്റ്റർക്ക് അയച്ചു കൊടുക്കും, ലിനി സിസ്റ്റർ അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നത്തതിൽ നമ്മളത് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിനകത്തിട്ട് നമ്മളത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുക്കും, ഈ അൺലിസ്റ്റ് ആക്കിയിട്ട്. ഇപ്പോൾ നമ്മളത് അൺലിസ്റ്റ് ആക്കി വയ്ക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഓണാക്കി കൊടുക്കാറുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന സിസ്റ്റം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് പ്രിയ സുനി സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ വന്നിരുന്നു. അവർ ദൈവാത്മാവ് അങ്ങനെ അവർക്ക് ഹേമം കൊടുത്തിട്ട് ഇന്ന് അവർ തിരിച്ച് യാത്ര ചെയ്യുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. നമ്മുടെ ചർച്ചിൽ ഒരു ആരാധന വന്ന് കൂടണം, ഓൺലൈനിൽ ആരാധന കണ്ടപ്പോൾ ആ ചർച്ചിനകത്ത് വന്നു ഒരു ആരാധിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം എൻ്റെ അകത്ത് വന്നിട്ട്
പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറഞ്ഞതാണ് നമ്മുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വന്നിരുന്നു. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ വചന പഠനം ഞങ്ങളെ വളരെ സ്വാധീനിക്കുന്നു, കണ്ടമാനം കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് പാസ്റ്റർ, ഇതൊരു ബൈബിൾ കോളേജ് ആക്കിയിട്ട് ഇതിനൊരു ഗ്രാജുവേഷനും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞങ്ങളായിരിക്കുന്ന രാജ്യത്ത് പാസ്റ്റർ ഇത് ഞങ്ങൾക്കിങ്ങനൊരു കോഴ്സ് കംപ്ലീറ്റഡ് ആണെന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കോഴ്സായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഞങ്ങളുള്ള രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്കത് അനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ അത് പ്രാക്ടിക്കലല്ല. കാരണം വചനം പഠിപ്പിക്കുന്ന പ്രാക്ടിക്കലാണ്. ഇത്രയും രാജ്യങ്ങളുള്ള ആളുകൾക്ക് താല്പര്യമുള്ളവരെ ഒരുമിച്ച് പഠിപ്പിച്ച് ഞാൻ എൻ്റെ സമയത്തിന് ഇഷ്ടത്തിനുള്ള സമയത്താണ് വന്ന് പഠിപ്പിക്കുന്നത്. ഇഷ്ടത്തിനാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള വിഷയമാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു ബൈബിൾ കോളേജായ അങ്ങനെയല്ല. ബൈബിളിലെ കൃത്യമായൊരു സർവേ വേണം. ബൈബിൾ സർവേ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെൻറ്റ് സർവേ, അതിനകത്ത് പല ദൈവശാസ്ത്രങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വേണം ഇത് പഠിപ്പിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ സിസ്റ്റർ, അത് എളുപ്പമുള്ള കാര്യമല്ല, പിന്നെ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നോക്കാം എന്നൊരു വാക്ക് ഞാൻ തള്ളിക്കളയാതെ പറഞ്ഞു വിട്ടു. സിസ്റ്റർ എനിക്ക് ഇന്ന് ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ ഉണ്ടോ? ഇല്ല സോറി, ഉണ്ടാവില്ല. അവർ ഇന്നലെ രാത്രി ഒന്ന് ഫ്ലൈ ചെയ്യാം, ഓസ്ട്രേലിയക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ ഇത്രയും പറയാനെന്ന് പറയും. ഇന്ന് രാവിലെ ഞാനൊരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുക. ആ സ്വപ്നത്തിനകത്ത് ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ നടക്കുന്നു. ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ നടക്കുന്നു. ബൈബിൾ പഠിച്ച നമ്മുടെ മക്കൾ, നമ്മുടെ ആളുകൾ കുറേ പേര് അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പം ഞാനിതിന് ഗ്രാജുവേഷനൊന്നും സർട്ടിഫിക്കറ്റിനൊന്നും ഒരു പ്രാധാന്യത കൊടുക്കാത്തതിന് കാരണം, ഞാൻ മിസ്ബ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചതാണ്. BTH മലയാളം പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ കുമ്പനാട് ചെന്ന് PG പഠിച്ചതാണ് 1 വർഷം. എനിക്ക് കുമ്പനാട് നിന്ന് PG പഠിച്ചൊരു സർട്ടിഫിക്കറ്റും ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഇന്ന് വരെ ആ സർട്ടിഫിക്കറ്റ് ഒരു സ്ഥലത്ത് പോലും കാണിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. 1. 2, ഞാൻ IPCയുടെ ഒരു ശുശ്രൂഷകനാണ്. പക്ഷെ ഇന്ന് വരെ ആ കാർഡ് വെച്ചുകൊണ്ട് ഞാനൊരു IPCയുടെ ശുശ്രൂഷകനാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു ശുശ്രൂഷ അതിൻ്റെ പുറത്ത് കിട്ടിയിട്ടുമില്ല. ഞാൻ അതിന് പുറകെ പോയിട്ടുമില്ല. പക്ഷെ ഗ്രാജുവേഷൻ നടന്നിട്ടുണ്ട്. 2 ഗ്രാജുവേഷൻ നടന്നിട്ടുണ്ട്. അഭിഷിക്തന്മാരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കൽ അതിനുശേഷം ഞാൻ സുശേഷകനായിട്ട് ചാർജ് എടുക്കുന്നു, സഭയിൽ ചാർജ് എടുക്കുന്നു. അന്ന് പാസ്റ്റേഴ്സ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് ഇപ്പുറം എൻ്റെ ഓർഡിനേഷൻ നടന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് രാവിലെ കർത്താവ്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് ഈ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ഒരു പ്രാധാന്യത കൽപ്പിച്ചില്ല. എൻ്റെ ചിന്ത, എൻ്റെ ലക്ഷ്യം, എൻ്റെ ആഗ്രഹം, നിങ്ങളെല്ലാം ആയിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു ഉണർവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്ത് എനിക്കൊരു ലക്ഷ്യം ഇന്ന് വരെ ഇല്ല. ഇന്നു മുതൽ ദൈവം എന്നെ കാണിച്ചത് വെച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചേക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടത്തെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച് ഗ്രാജുവേഷൻ നടത്തുക എന്നൊന്നും, ഞാനപ്പം വരുന്ന സമയത്ത് ഈ ബൈബിൾ പഠിച്ച ആളുകളെ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂട്ടിയേക്കുകയാണ്. ഞാൻ കണ്ട കാഴ്ച, ഇനി ഞാൻ കണ്ട സ്വപ്നം പറയുകയാണ്. ഞാൻ പെട്ടെന്ന് ഒരു പ്രത്യേക സമയത്ത് ഞാൻ ഓടിപ്പടച്ച് വരിക, എവിടെയൊക്കെ യാത്ര ചെയ്ത് ഓടിപ്പടച്ച് വരുമ്പോൾ അതുവരെ ബൈബിൾ പഠിച്ച ആളുകളെ മൊത്തം അവിടെ ഒരുമിച്ച് കൂട്ടിയേക്കുകയാണ്. എന്നിട്ട് ഒരു ഗ്രാജുവേഷൻ നടക്കുമ്പോൾ ആ ഗ്രാജുവേഷന് അവിടെ ഒരു പ്രിൻസിപ്പാൾ വേണം, അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ വേണം, അതിനെക്കുറിച്ചുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം, കുട്ടികൾക്ക് കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കണം, അവരെ പ്രാർത്ഥിച്ചയക്കണം. ഇങ്ങനെ കണ്ടമാനം ഘടകങ്ങൾ ഒരു ഗ്രാജുവേഷൻ്റെ പുറകിലുണ്ട്. പേപ്പർ വർക്കുകൾ കുറേയുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു വച്ച് എന്നോട് ഗ്രാജുവേഷൻ സർവീസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം ഞാൻ അറിയുന്നില്ല. ഞാൻ വരുന്നു, ബാക്കി എല്ലാം സെറ്റിൽഡാണ്, അറേഞ്ച്ഡാണ്. കുഞ്ഞുങ്ങൾ പഠിച്ച ക്ലാസ്സുകളെല്ലാം എത്ര കാലം പഠിച്ചു, എന്തൊക്കെ പഠിച്ചു, ഇതെല്ലാം ഒരു ഡീറ്റെയിൽ രേഖയായിട്ട് എനിക്ക് അത് കാണാം. ആ രേഖ മൊത്തം ഞാനത് മറച്ചു നോക്കി. അവിടെ പ്രിൻസിപ്പൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച്, പ്രിൻസിപ്പൾ അത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ആളത് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നു. ഒടുവിൽ അവിടെ ഗ്രാജുവേഷൻ നടക്കുന്നു. ഇത് ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ്. ഞാനൊരു കാര്യം കണ്ടാൽ എനിക്ക് തോന്നി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ഞാൻ പറയാറില്ല. കണ്ടു എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവമാണ് എന്നെ കാണിക്കുന്നതെന്നാണ്. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഓൺലൈനിൽ കൂടെയാണ് ഈ പ്രാർത്ഥനയുടെ ഇടയിൽ കൂടെയും
സമയബന്ധിതമായി നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം പകലുകളിലും യോഗങ്ങളിലും പിന്നത്തതിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വചന പഠനമാണ്. അതിനകത്തുകൂടെ വെളിപ്പെടുന്ന മാനിഫെസ്റ്റേഷനാണ് നമ്മൾ പ്രാധാന്യത കൊടുക്കാറ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കർത്താവ് ഒരു സ്പെഷ്യൽ സ്വപ്നം എന്നെ കാണിച്ചുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. ഒരു അന്ത്യകാല ഉണർവ് കർത്താവ് അയക്കണമെങ്കിൽ വിത്തിനെ സൂക്ഷിച്ചു വയ്ക്കുന്നവരിലൂടെ മാത്രമേ കർത്താവിന് സാധ്യമായി തീരുകയുള്ളൂ. വിത്തിനെ സൂക്ഷിച്ചു വയ്ക്കുന്നവരിൽ കൂടെ കർത്താവിന് അത് ചെയ്യാൻ സാധ്യമായി തീരുകയുള്ളൂ. നമുക്കറിയാം, ഏലീശയെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. എന്താ കാര്യം? കഴിഞ്ഞ 3 വർഷം നാട്ടിൽ മൊത്തം ക്ഷാമമായിരുന്നു. എല്ലാവരും ക്ഷാമകാലത്ത് ജീവിക്കാൻ പറ്റാതെ വിത്തെടുത്ത് പുട്ടടിച്ചു. എൻ്റെ ഭാഷ പറയാണ് കേട്ടോ, വിത്തെടുത്ത് പുട്ടടിച്ചു. പക്ഷേ ഏലീശയ്ക്കറിയാം ഏത് ക്ഷാമവും മാറിപ്പോകുന്നൊരു സമയമുണ്ട്. വെളിപ്പാടുള്ളവനറിയാം ഏത് പ്രതിസന്ധിയും മാറിപ്പോകും, ഏത് പ്രശ്നവും മാറിപ്പോകും, ഏത് അനർത്ഥവും മാറിപ്പോകും. അതിനപ്പുറം ഒരു ദൈവപ്രവൃത്തിയുടെ സീസൺ വെളിപ്പെടും. ആ സീസണിലേക്ക് വിത്തെടുത്ത് വെച്ച ഏലീശയാണ് ദൈവാത്മാവ് ഇരട്ടി ആത്മാവിൻ്റെ പങ്ക് വഹിക്കുന്ന അടുത്ത തലമുറയെ, ദേശങ്ങളെ തൊടാൻ കരുത്തുള്ള ദൈവിക അഭിഷേകത്തിന്, ആത്മാവിൻ്റെ പകർച്ചയുള്ളവനായ കർത്താവ് അഭിഷേകം ചെയ്ത് വേർതിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ക്രമീകൃതമായി ദൈവത്തിൻ്റെ വചനം പഠിച്ച് ഒരു ദൈവിക ഗ്രാജുവേഷൻ, ഓരോ ദിവസം പഠിക്കുമ്പോൾ കിട്ടുന്ന, വചനം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസ്പിറേഷനുണ്ട്, വചനം പഠിക്കുമ്പോൾ തുറക്കുന്ന ആത്മതലമുണ്ട്, വചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെ കർത്താവ് രൂപപ്പെടുത്തുന്നുണ്ട്, അതാത് സമയത്തുണ്ടാകുന്ന റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ ബുദ്ധിക്കകത്തേക്ക് പകരുന്ന വചന പഠനമായിട്ടല്ല ഈ സെക്ഷനുകളെ കൊണ്ടുപോകാറ്. അതെനിക്ക് നന്നായിട്ടറിയാം. 4 വർഷം ഞാൻ കേട്ടിരുന്ന് പഠിച്ചവാ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുള്ളവാ. എന്തിനാണ് ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്കത് നന്നായിട്ടറിയാം. എന്നാൽ ഇവിടെ ദൈവാത്മാവിൻ്റെ സ്പർശനങ്ങളും ദൈവിക ഇടപെടലുകളും ദൈവിക വെളിപ്പാടുകളും ദൈവിക സ്വപ്നങ്ങളും ഒക്കെ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്നോട് കർത്താവ് കാണിച്ചു, കുറച്ചുപേരെ കർത്താവ് ഗ്രാജുവേറ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. കുറച്ചുപേരുടെ മേൽ കർത്താവ് പഠനം പൂർത്തീകരിച്ചവരുടെ മേൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സെറിമണി മാത്രമല്ല, അത് പഠിച്ചവർക്ക് കൊടുക്കുന്ന അപ്രൂവലും അവർ അതിനുവേണ്ടി അവരെ കൈവച്ച് നിയോഗിച്ചു വിടുന്ന വിടലുമാണ്, നിയോഗിച്ചവനേക്ക് അയക്കുന്നതാണ്. അങ്ങനെ ആത്മതലത്തിൽ എന്തൊക്കെയോ സംഭവിപ്പാൻ സമയമായി എന്ന് ഞാൻ ഇന്നത്തെ സ്വപ്നത്തോടെ വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വചനം ക്രമീകൃതമായി പഠിക്കണമെന്ന് ഞാൻ 2ാം സെക്ഷനിൽ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വചനം ക്രമീകൃതമായിട്ട് എനിക്ക് പഠിക്കണം. എനിക്ക് അങ്ങനെ ആത്മാവിൽ വളരണം. അന്ത്യകാല ഉണർവിൽ ഈ ഉപരിമണ്ഡലത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഘടകത്താലല്ല, കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ച് അത് ദൈവം അംഗീകരിക്കുന്ന നിലയിൽ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തിയിട്ട് എനിക്ക് ദൈവത്താൽ പ്രയോജനപ്പെടണം. ദൈവം അയക്കുന്ന ദേശത്ത് ദൈവത്താൽ മറയ്ക്കപ്പെട്ടവനായിരുന്ന് ദൈവത്താൽ എനിക്ക് പ്രയോജനപ്പെടണം, അത് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വചന പഠനം ദൈവാത്മാവ് ഒന്ന് സ്ട്രക്ചർ ചെയ്യാനായിട്ട്, ഒന്ന് ഓർഡർ ആക്കാനായിട്ട്, അതിൻ്റെ മഹിമ അറിഞ്ഞ് പഠിച്ച് അങ്ങനെ ഒരു വളർച്ച സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയാം നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാൻ വരുന്ന അതിനല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോട്ടെ, ഒന്ന് നിങ്ങളുടെ മൈക്കിൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ച് എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിച്ചാൽ ഞാൻ പിന്നെ ഒന്നും നോക്കാറില്ല. എൻ്റെ പ്രാധാന്യത അതിനാണ്. പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളെല്ലാം വചനം പഠിച്ചവരാണ്, വചനം അറിയുന്നവരാണ്, ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഒന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളെ ദൈവവചനത്തിനകത്ത് നിപുണരാക്കി മാറ്റാൻ, വചനത്തിന്റെ കൃത്യമായ രേഖ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് തുറന്നു തന്ന് നിങ്ങളെ കർത്താവ് ഒരുമിച്ച് പണമെടുക്കേണ്ടവനായിട്ട്, ഒരുമിച്ച് ഒടുവിൽ കർത്താവ് നിങ്ങളെ ഗ്രാജുവേറ്റ് ചെയ്ത പരിശുദ്ധാത്മാവിലുള്ള ഗ്രാജുവേഷൻ മടക്കാൻ ഷാദൽ ഘടകതന, പരിശുദ്ധാത്മാവിലുള്ള അയപ്പ് മടക്കാൻ ഷാദൽ ഘടകതന. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു കേട്ടോ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഒരു സീസൺ തുറക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന് ഒരു സീസൺ തുറക്കാൻ പോകുന്നു. ശമന ഘടകതന, വേദനാദിനാദന, പ്രൗഢമന ഘടകതനം.
ജുഡാരബാന ഹത്തുരാധനാദന പ്രൗഢവന ഘടകദനം ഹത്തുരാധന പ്രൗഢവന ജഗദുരുവിന് ഘടകദന ഗതുരവനാധന പ്രൗഷവന ഹത്തുരാധന പ്രൗഢവന ഘടകദനം ലിഗന്ധര ജനകത്തുര പ്രൗഢവന ജഗത്തുരുവിന് പ്രൗഷവന ഹതുരുവിന് ഘടകദനം ജുഡാര രഗത്തുരാധന ഞാൻ വളരെ പ്രാധാന്യതയുള്ള ഒരു സ്വപ്നമാകിയാലും അതെങ്ങനെ നിവർത്തിക്കുമെന്നത് സംബന്ധിച്ച് ആത്മതലത്തിൽ ദൈവാത്മ ചെയ്യുന്നതിന് അല്ല ഞാൻ പറഞ്ഞത്, സെക്യുലർ തലത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യം സംബന്ധിച്ച് കൃത്യമായിട്ട് ദൈവാത്മാവിൽ നിന്ന് ഒരു നിയോഗം കിട്ടേണ്ടതിനാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്. അതിനോർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ ഭാഗത്തു നിന്ന് 1-2 കാര്യം സമയം ഇച്ചിരി മുമ്പോട്ട് പോയി, ഇന്ന് 10-15 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി എടുത്തു. നിങ്ങളതുകൊണ്ട് വിഷമിക്കേണ്ട. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു കാര്യം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നിന്നു കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ പ്രോഗ്രാം. അല്ലാണ്ട് എനിക്ക് അതിനപ്പുറത്ത് വേറെ ഒരു പ്ലാനുകളും ഇല്ല. നമ്മൾ ഇന്നലെ വായിച്ചത് യെശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഒടുവിൽ ചില കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. നമുക്ക് അവിടെ നിന്ന് തന്നെ 1-2 കാര്യങ്ങൾ ഇന്ന് രാവിലെയും പറഞ്ഞ് നമുക്ക് നിർത്താം. നിങ്ങൾക്ക് ഞാൻ ഇട്ടത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. വായിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 4-ാം വാക്യം. ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായം ഒരു ദാസഗീതമാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പല ദാസഗീതങ്ങളുണ്ട്. ഈ അധ്യായത്തിലാണ് ദൈവം തൻ്റെ പുത്രനായ യഹോവയാം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ
ജനത്തിന് ഒരു ഉടമ്പടിയാക്കി വെച്ചിരിക്കുന്നു, ഒരു കവനൻ്റാക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു വാക്യം ഇങ്ങനെ ഈ തലത്തിൽ ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. 49-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണത് കിടക്കുന്നത്. മലയാളത്തിൽ അത് 9-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. 9-ാം വാക്യം വായിച്ച മോളെ. നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. കണ്ടോ, നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷ് കിടക്കുന്നത് 9-ാമത്തെ വാക്യത്തിലാണ്, 8-ാമത്തെ വാക്യത്തിലാണ്. ആ പാട്ട് മാത്രം വായിച്ച്. And give thee for a covenant of the people. And give thee for a covenant of the people. അപ്പം ഉടമ്പടി വേറെ, ജനത്തിന് ഉടമ്പടിയാക്കി മാറ്റുന്ന പ്രോസസ്സ് വേറെ. രണ്ടും രണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി വേറെ. അതായത് ഞാനും ലിൻസിയും തമ്മിൽ വിവാഹത്തിൻ്റെ അന്ന്, ഞങ്ങളുടെ വിവാഹം 2001 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ആയിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉടമ്പടി ചെയ്താണ്, കവനൻറ്റിലൂടെയാണ് ഞങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ ഞാനോ ലിൻസിയോ ഇതുവരെ ഉടമ്പടിയായിട്ട് മാറിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉടമ്പടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉടമ്പടിയാക്കി വെച്ചു. ഞാൻ നിന്നെ എൻ്റെ ജനത്തിന് നിയമമാക്കി, അത് മലയാളത്തിലാണ് നിയമം എന്ന് ആക്കിയിരിക്കുന്നത്, കവനൻ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പം ദൈവം ഒരു വ്യക്തിയെ എന്താക്കി വെച്ചിരിക്കുന്നു. ഇത് ദാസനായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ക്ലാസ് എടുത്തതാണ് ഞാൻ മുമ്പ്. എന്നാൽ അതിൻ്റെ ഒന്നുകൂടെ ഇതള് പൊളിക്കുകയാണ്. 3 പേരെയാണ് ഈ ആദ്യ 3 വാക്യങ്ങളിൽ ദാസനായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1 യെശയ്യാവിനെയാണ്, 2 ഇസ്രായേലിനെയാണ്, 3 യേശു ക്രിസ്തുവിനെയാണ്. 3 ദാസന്മാരെ നമുക്ക് ഈ അധ്യായത്തിൻ്റെ പ്രഥമ വാക്യങ്ങളിൽ കാണാം. അപ്പം ഇവിടെ കർത്താവ് അവനെ ദാസനാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ കുഴപ്പം എന്താണ്? വ്യക്തി പറയുന്നത് ഇത് ഭൂരിഭാഗം ചേരുന്നതും യെശയ്യാവിനോടും, ഭൂരിഭാഗമല്ല ചേരുന്നത്, ഈ പ്രവചന നിവൃത്തി വെളിപ്പെട്ടത് യെശയ്യാവിലും ഇസ്രായേലുമാണ്. ക്രിസ്തു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. 3 പേരെയാണ് ദാസനായിട്ട് ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായം ഇവിടെയാണ്, 49-ാം അധ്യായം ഇവിടെയാണ് റിയലായി മാറുന്നത്. ഇവിടെ യെശയ്യാവാണിത് പറയുന്നത്, ഞാൻ വെറുതെ അധ്വാനിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ എഫർട്ട് മൊത്തം എന്തിനായിരുന്നു? ഇത് പല കുടുംബങ്ങളുടെയും, പല സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും, പ്രാർത്ഥിക്കുന്നവരുടെയും ഉപവസിക്കുന്നവരുടെയും വചനം പഠിപ്പിക്കുന്നവരുടെയും ശുശ്രൂഷകന്മാരുടെയും മനസ്സിനകത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു മനോഭാവമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, എന്തിനാ പ്രാർത്ഥിച്ച്? ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നു, ആരും എന്നെ ഒന്നും അപ്രിഷ്യേറ്റ് ചെയ്യാനില്ല, എന്തിനാ ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത്? ഞാൻ നല്ലത് ചെയ്യുന്നു, ഞാൻ എൻ്റെ സമയം മൊത്തം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, പക്ഷെ ആരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനില്ല, എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. എൻ്റെ കോളിംഗ് ശരിയാണോ? ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ? സത്യം തന്നെയാണോ ഇതെല്ലാം? ഇങ്ങനെ നിങ്ങളുടെ അകത്ത് പൊന്തി വരുന്ന ചിന്താഗതികൾ, ആശയങ്ങൾ, നിരൂപണങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് യെശയ്യാവിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യെശയ്യാവ് പറയുകയാണ്, ഞാനോ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചിലവഴിച്ചിരിക്കുന്നു. പക്ഷേ ഉടൻ തന്നെ യെശയ്യാവ് ഒരു വെളിപ്പാട് പറയുകയാണ്, എങ്കിലും ഞാൻ അധ്വാനിച്ച കാര്യം സത്യമാണ്, അതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ള കാര്യം സത്യമാണ്, അത് വ്യർത്ഥമായി പോയെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്, നിഷ്ഫലമായി പോയോ എന്നൊരു ചിന്ത എൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലുമാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്തത് അറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ എന്താണ് ചെയ്തതെന്ന് കാണുകയും അതിൻ്റെ മേൽ ന്യായം പ്രവർത്തിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറിയ ദൈവരാജ്യ പ്രവർത്തികളുടെ മേലും ദൈവമാണ് നിങ്ങളുടെ ന്യായം, ദൈവമാണ് നിങ്ങളുടെ പ്രതിഫലം, ദൈവമാണ് ദൈവത്തിൻ്റെ പക്കൽ നിങ്ങൾക്കുള്ള പ്രതിഫലം ഉണ്ട് എന്ന് ഇന്ന് രാവിലെ ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. എനിക്കറിയാം, ഇന്ന് രാവിലെയും നിങ്ങൾ ഇത്രയും പേര് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നു.
എനിക്കൊരു കാര്യം, സന്തോഷകരമായ കാര്യം ഉണ്ടായത്, ഞാൻ ഈ പരിചയപ്പെടുന്നവരെല്ലാം നമ്മുടെ ഈ ഗ്രൂപ്പിൽ കയറി പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, പല പല സ്ഥലത്ത്, പല ഭൂഖണ്ഡങ്ങളിൽ, പല രാജ്യങ്ങളിൽ എത്രയോ പേര്, 2 പേര്, 3 പേര്, 5 പേര്, 10 പേര് ഇരുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നു, ഓഫ്ലൈനിൽ പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥലത്തല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടക്കുകയാണ്. നമ്മളിവിടെ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ തീരുന്നില്ല. സഭയായിട്ട് പ്രാർത്ഥിക്കുന്നു, സഭാവേദ്യം എന്നെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവിശ്വാസികളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യൗവനക്കാർ പ്രാർത്ഥിക്കുന്നു, സഹോദരിമാര് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല തലത്തിലുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇതൊന്നും വൃഥാവല്ല, ഇതൊന്നും വൃഥാവല്ല. ഒരു സമയം ഇത് വൃഥാവാണെന്ന് മാനുഷികമായ ഘടകങ്ങളുടെയും ഘടനകളുടെയും അകത്തു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒന്നും വൃഥാവല്ല. ഇതിനിടയിൽ ഒന്നും സംഭവിക്കാത്തത് കൊണ്ടാണ്, പ്രത്യക്ഷത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ അകത്ത് ഒന്നും നടക്കുന്നില്ലല്ലോ, വെറുതെയായി പോയോ എന്നുള്ള ചിന്ത നിങ്ങളുടെ അകത്ത് വരുന്നത്. എന്നാൽ ഇതിനകത്ത് നടക്കുന്ന പ്രധാനമായ 5-6 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് അത്? ഒന്നാമത്തെ കാര്യം യെശയ്യാ പറയാണ്, ഞാൻ വെറുതെ അധ്വാനിച്ചു. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ ദ്വീപുകളെ എന്റെ ശബ്ദം കേൾപ്പിക്കാൻ പോവുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദ്വീപുകളെ. അടുത്ത വാക്ക് വായിച്ച മോളെ. ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ. നീനു ലൈവായിട്ട് നിൽക്കണം കേട്ടോ. ലീവ് എന്റെ കൂടെ പ്രസംഗിക്കുന്ന പോലെ നിൽക്കണം കേട്ടോ. ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിക്കുക. കേൾക്കുന്നുണ്ടോ? ദാസൻ പറയുകയാണ്. അപ്പം ഇതുവരെ ദാസന്റെ ചിന്ത എന്താ? ഞാൻ ഈ അധ്വാനിച്ചൊക്കെ വെറുതെയായി, പ്രതിഫലം ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യം നടക്കുന്നില്ല. പക്ഷേ എന്താണ് ദൈവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദ്വീപുകളെ എന്റെ വാക്ക് കേൾക്കുക, ദൂരത്തുള്ള വംശങ്ങളെ എന്നെ ശ്രദ്ധിക്കുക. കേൾക്കുന്നുണ്ടോ? അപ്പോൾ നീ ഇതുവരെ ദൈവം പ്രവർത്തിക്കുന്നില്ല, നിന്റെ പ്രവൃത്തി നിഷ്ഫലമായി പോയി, നീ അധ്വാനിച്ചത് വെറുതെയായി പോയി എന്ന് നീ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാന്റെ പ്രൊജക്റ്റിനകത്ത് വളർത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ദ്വീപുകളെയും രാജ്യങ്ങളെയും ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കുവാൻ ഞാൻ എൻ്റെ ദാസനെ ഇതിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടന്നിട്ടില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നുണ്ട്. നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, പക്ഷെ എൻ്റെ വഴി നടക്കുന്നുണ്ട്, എൻ്റെ വിചാരം നടക്കുന്നുണ്ട്. ഞാൻ നിന്നെ രാജ്യങ്ങൾക്കും ദ്വീപുകൾക്കും എൻ്റെ ശബ്ദം കേൾപ്പാനായിട്ട് ഞാൻ നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈഫിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്? എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത്? ഓൺലൈൻ കൂടുന്നത് എന്തിനാണ്? ഓഫ്ലൈൻ കൂടുന്നത് എന്തിനാണ്? ചർച്ച ജീവിതത്തിനകത്ത് മുരടിപ്പ് വരുന്നു. പല വ്യക്തികൾ പല നിലകളിൽ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നിങ്ങളോട് മറ്റൊരു തലത്തിൽ ഇടപെടുമ്പോൾ ആ വാക്കുകൾ ഉണ്ടാക്കുന്ന മുരടിപ്പുകൾ നിമിത്തം ഇതെല്ലാം നിഷ്ഫലമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉറപ്പോടെ പറയാം, കർത്താവ് നിന്നെ കൊണ്ട് ആഴമായൊരു പ്രൊജക്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നിന്റെ ശബ്ദങ്ങളെ കേൾപ്പിക്കണവന്, നിന്നെ ഭൂഖണ്ഡങ്ങൾക്കും വംശങ്ങൾക്കും ദ്വീപുവാസികൾക്കും ദൈവശബ്ദം കേൾപ്പിക്കേണ്ട ഒരു വ്യക്തിയായി നിന്നെ വളർത്തുന്നുണ്ട്. കൃത്യമായിട്ട് ദൈവാത്മാവ് ഇന്ന് രാവിലെ കാണിച്ച സ്വപ്നത്തുള്ള ബന്ധത്തിലും കർത്താവ് ഈ വചനത്തുള്ള ബന്ധത്തിലും നമ്മളോട് ഇടപെടുമ്പോൾ സമർപ്പണത്തോടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് അവസ്ഥയുടെ മടിവിലോ ഞാൻ അങ്ങയോട് ചേർന്നിരുന്ന് കർത്താവ് അങ്ങയുടെ പണിശാലയ്ക്കകത്ത് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പണിയപ്പെടാൻ വിട്ടുകൊടുക്കാൻ കർത്താവേ എന്ന് പറയുവാൻ കരുത്തു വരുന്നവരുണ്ടെങ്കിൽ ഒന്നുമായി കൺമുട്ടി ഒരു 3-4 മിനിറ്റ് പ്രാർത്ഥിച്ചു, 2-3 മിനിറ്റ് തന്നെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ എന്നെ ഞാൻ ഒന്നുകൂടെ സമർപ്പിക്കുകയാണ്. നിഷ്ഫലമെന്ന് തോന്നുന്നു, ഒന്നും വീട്ടിൽ നടന്നിട്ടില്ല, ഒരു അനുഗ്രഹവും എന്റെ കുടുംബത്തിൽ തുറന്നിട്ടില്ല, ഒരു തലവും എന്റെ ഭവനത്തിൽ വെളിപ്പെട്ടിട്ടില്ല. കർത്താവ് എനിക്കിതിലെല്ലാമോടും കർത്താവ് ഒന്നും തോന്നുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. കാര്യങ്ങൾ സംഭവിക്കാത്തതിനാൽ, കാര്യങ്ങൾ
അനുസരിക്കാത്തതിനാൽ എന്റെ അകത്തുണ്ടാകുന്ന അരോചകത്വങ്ങൾ എന്നെ കൊണ്ട് പല നിലകളിലുള്ള വാക്കുകൾ പറയിപ്പിക്കുന്നു. കർത്താവ്, എന്റെ എഫർട്ടുകൾ മൊത്തം നഷ്ടപ്പെട്ടു പോകുന്നു എനിക്ക് തോന്നുന്നു. ഇല്ല കർത്താവേ, ഇല്ല കർത്താവ്, നീയാണ് എന്റെ പ്രതിഫല, നീയാണ് എന്റെ അതിമഹത്തായ പ്രതിഫല, നീയാണ് എന്റെ ന്യായാധിപൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. ശബൽഖന ദിനംതരാദിനാദന പ്രൗഢമനാജന പ്രൗഢമന ഘടകദനാദിന പ്രൗഢമന ഘടകദനം അന്തരാദിനാദന പ്രൗഢമന ഘടകദന ഹതിരിബിനി ഘടകദന ഹതുരുബിനി ഘടകദനം. ഇവിടെ നിങ്ങളുടെ അകത്തുള്ള പരാതികൾ, വേദനകൾ, ഭാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് മിനിസ്ട്രി ചെയ്യുന്നത്, എന്തിനാണ് വചനം പഠിപ്പിക്കുന്നത്, എന്തിനാണ് വചനം പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് എന്തിനെ സഭാജീവിതം കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ അകത്തുനിന്ന് പൊന്തി വരുന്ന ഈ മേഖലകളെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഈ മേഖലകളെ ജയിക്കാൻ പറ്റും. പരാതികൾ പൊന്തി വരാൻ കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ അധ്യായത്തിൽ ദൈവാത്മാവ്, ഞാൻ പറഞ്ഞല്ലോ, ഇത് ദാസഗീതമാണ്. നോക്കൂ, ഇവിടെ കർത്താവ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഐഡൻറ്റിറ്റി? ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞാൽ പരാതി മാറിപ്പോകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഐഡൻറ്റിറ്റി വെളിപ്പെട്ടാൽ നിരാശ മാറിപ്പോകും. ഐഡൻറ്റിറ്റി വെളിപ്പെട്ടാൽ എന്തു ചെയ്താലും നിങ്ങൾ ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനാകയാൽ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന ഒരു ബോധ്യം വരുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കരമായൊരു മാറ്റം ഉണ്ടാകും. ഒന്ന് വായിച്ച് എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു രസം കേൾക്കണം കേട്ടോ. എല്ലാവർക്കും ഐഡൻറ്റിറ്റി, ഇതിന് മറുഭാഗമുണ്ട്. കർത്താവിൽ നമ്മൾ രാജാക്കന്മാരാണ്, കർത്താവിൽ നമ്മൾ പുരോഹിതന്മാരാണ്, ക്രിസ്തുവിൽ നമ്മൾ അംബാസിഡേഴ്സാണ്, ക്രിസ്തുവിൽ നമ്മൾ പൗരന്മാരാണ്. ഇതെല്ലാം ഇവിടെയുള്ള മിനിസ്ട്രിയിൽ വെളിപ്പെടുന്ന മഹത്വത്തുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അംബാസഡർ ആണെങ്കിൽ അവിടെ കിങ്ഡം റിലം ഓപ്പൺ ആകും. പൗരനാണെങ്കിൽ അവിടെ ആനുകൂല്യങ്ങൾ തുറന്നു വരും. രാജാവാണെങ്കിൽ അവിടെ വാഴ്ച വെളിപ്പെട്ടു വരും. പുരോഹിതനാണെങ്കിൽ അവിടെ മഹത്വം വെളിപ്പെട്ടു വരും. എന്നാൽ ഈ ഐഡന്റിറ്റി ആർക്കും ഇഷ്ടമല്ല. ഈ ഐഡന്റിറ്റി എന്താണ്? ഈ ഐഡന്റിറ്റി വന്നാൽ പരാതി മാറിപ്പോകും. നിന്റെ അകത്ത് ഈ മനസ്സിനകത്ത് പൊന്തി വരുന്ന മനോഭാവങ്ങളും കാലഘട്ടത്തിനകത്തുള്ള നോക്കിയേ കൾച്ചർ ബേസ്ഡ് ആയിട്ട് വരുന്ന ചിന്തകളും പൊളിയും.
മൈൻഡിനകത്ത് മാറ്റം വരും. എന്താ നമ്മുടെ ഐഡന്റിറ്റി? 4 സുവിശേഷങ്ങൾ കർത്താവ് സുവിശേഷം എഴുതിയപ്പോൾ ബൈബിൾ ചേർത്തിരിക്കുമ്പോൾ, ഒന്നാമത്തേത് കിങ്ഡം മൈൻഡ് സെറ്റിലാണെങ്കിൽ, രണ്ടാമത്തേത് ദാസൻ എന്ന നിലയിലാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ദാസനെ പോലെയാണ്. അവന്റെ ഒരു ഐഡന്റിറ്റി ദാസൻ എന്നായിരുന്നു. വായിച്ചു, മൂന്നാമത്തെ വാക്യം വായിക്കും. ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടുമെന്ന് അരുൾ ചെയ്തു. എത്ര പേർക്ക് ഇന്ന് രാവിലെ അങ്ങനെ ഒരു സന്തോഷമുണ്ട്? ഞാൻ കർത്താവിൻ്റെ ദാസനാണെന്ന് പറയാൻ ഉറപ്പുണ്ട്. ഈ സഭയ്ക്കകത്ത് ഈ ദൈവദാസന്മാരെ പരിചയപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ വിലയേറിയ ദാസൻ, ഞങ്ങളുടെ വിലയേറിയ. അത് അറിയാതെ പറഞ്ഞാണ്ട് കേട്ടോ. എൻ്റെ വായിന്ന് ഒരിക്കലും ഒരു അബദ്ധം അങ്ങനെ പറ്റിയിട്ടുണ്ട്. എവിടെ വെച്ചാന്ന് ഞാൻ മറന്നു. ഒരു പ്രാവശ്യം എൻ്റെ വായിന്ന് അറിയാതെ, അതെനിക്ക് വീണപ്പോൾ തന്നെ എൻ്റെ അകത്ത് കത്തി. പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റുകയല്ലോ. നമ്മുടെ ദാസന്മാരല്ല, സഭയുടെ ദാസനല്ല, നമ്മളെല്ലാവരും കർത്താവിൻ്റെ ദാസനാണ്. പാസ്റ്റർദാസന്മാരല്ല, അസിസ്റ്റന്റ് പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്റർ ദാസന്മാരല്ല, പാസ്റ്റർമാർ, എല്ലാം നമ്മളെല്ലാം ഓർഡറിൽ ചെയ്യും. അത് വേറെ കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ ദാസനാണെന്ന മൈൻഡ് സെറ്റ് നിങ്ങളുടെ അകത്ത് വന്നാൽ, ഒറ്റ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് മറുതലിപ്പുകളോ നിരാശകളോ അല്ലെങ്കിൽ വെറുതെ ആയിപ്പോയെന്നോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അകത്ത് താമസിക്കുമ്പോൾ വിഷമം, നിങ്ങളെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്നും പ്രശ്നമാണ്, നിങ്ങളുടെ കോളിംഗ് ശരിയാണോ, ഇതൊരു ഡൗട്ട് നിങ്ങളുടെ അകത്ത് വരില്ല. ഇവിടെ നിങ്ങളുടെ അകത്തുണ്ടാകുന്നൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ദാസന്റെ പ്രത്യേകത, എന്നെ കണ്ടമാനം പേര് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സക്സസ് ആകുന്നത് എന്ന ചിന്തയില്ല ദാസന്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് ഇത്രയും പേര് പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന 5 പേരാണെങ്കിലും പരിശുദ്ധാത്മാവ് കാണിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിന്നെ അത് ബാധിക്കരുത്. 90 പേരുള്ള കാര്യം നല്ലത്, 80 പേരിൽ നിന്നുണ്ട് നല്ല കാര്യം. അത് നാളെ 800 8000 10,000 ഒക്കെ ആകട്ടെ, നല്ല കാര്യം. 1000 ആകുന്നത് അല്ല സക്സസ് എന്ന് പറയുന്നത്. ദൈവം എന്നോട് ഏൽപ്പിച്ചത് ഞാൻ ചെയ്യുന്നുണ്ടോ, ഇതാണ് ഒരു ദാസന്റെ മൈൻഡ് സെറ്റ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഒരൊറ്റയാളോടാണ് നിങ്ങൾ സംസാരിക്കാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിലും, ആ വ്യക്തിയോട് നിങ്ങൾ ദൈവാത്മാവിൽ സംസാരിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ, ഞാൻ പറയും നിങ്ങൾ ദാസനാണ്. ഒരു ദാസൻ എത്ര പേർ എന്നെ ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവൻ സക്സസ് ആയി മാറുന്നത് എന്ന് അവൻ്റെ ഉള്ളിൽ അവൻ ഗ്രഹിക്കുന്നത്. അവൻ അപ്പൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ അവൻ നോക്കുകയുള്ളൂ. 2, എത്രത്തോളം ഞാൻ താലന്തനാണ്, എത്രത്തോളം താലന്തുകൾ എനിക്കുണ്ട്, ഞാൻ താലന്തുകളുള്ളവനും ആയതുകൊണ്ട് ഞാൻ വാല്യുബിളാണ്, വലിയ പാസ്റ്ററാണ്, എനിക്ക് നന്നായി പഠിപ്പിക്കാൻ അറിയാം. ഞാൻ എൻ്റെ കാര്യം പറയാം, എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് ഭയങ്കര കൃപാവരമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്താണ്, ഞാൻ വാല്യുബിളാണ്. നോ, ദാസൻ ഒരിക്കലും പറയില്ല എനിക്ക് ഇന്ന കഴിവുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ വാല്യുബിളാണ്, ഞാൻ വിലയുള്ളവനാണ്. നോ, നമ്മളാരും കർത്താവിൻ്റെ മുമ്പ് നിൽക്കാൻ വിലയുള്ളവരല്ല. നമ്മളെ വിലയുള്ളവരാക്കി മാറ്റിയത് കർത്താവിൻ്റെ കാൽവറി മരണമാണ്. ആ വെളിപ്പാടകത്ത് വരുമ്പോൾ അറിയാതെ അകത്ത് താഴ്മ വരാൻ തുടങ്ങും. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തിയാണ്, കാരണം എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ട്. നോ, ഒരു ദാസന്റെ പ്രത്യേകത ഇതൊന്നുമല്ല. ദാസന്റെ പ്രത്യേകത അവൻ ആരാണ്, ദൈവം അവനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ദൈവം പറയുന്നത് ചെയ്യുന്നവനാണ് ദാസൻ. ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ കഴിഞ്ഞ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൻ്റെ നമ്മുടെ 3 ഡേയ്സ് ലിബർട്ടി ഇൻ ക്രൈസ്റ്റ് എന്ന മീറ്റിങ്ങിൻ്റെ തലേദിവസം കർത്താവിനെ കാണിച്ചിരുന്നു. ഇതിനകത്തുള്ളവരോട് പറ, പൂർണ്ണ താഴ്മയോടെ പൂർണ്ണ അനുസരണത്തോടെ വിനയത്തോടെ എൻ്റെ അടുക്കൽ ഇരിക്കാൻ പറ, സമർപ്പിക്കാൻ പറ. ഞാനൊരു ഇമ്പാർട്ടേഷൻ്റെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് കർത്താവിനോട് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഈ വാക്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ അകത്തൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, എന്നെ ആ ദാസ മനോഭാവത്തിൽ വളർത്തണമേ. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും കർത്താവ്, എനിക്ക് എന്തൊക്കെ കഴിവുകൾ എന്തൊക്കെ പ്രാപ്തി ഉണ്ടെങ്കിലും ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എനിക്ക് കർത്താവിൻ്റെ ദാസനായി, ഒരു ഭാഗത്ത് ഞാൻ രാജാവാണ്, ഒരു ഭാഗത്ത് ഞാൻ പുരോഹിതനാണ്, ഒരു ഭാഗത്ത് ഞാൻ അംബാസഡറാണ്, ഒരു ഭാഗത്ത് ഞാൻ പൗരനാണ്, ഒരു ഭാഗത്ത് ഞാൻ സഭയുടെ ശുശ്രൂഷകനാണ്. പക്ഷേ ഇതെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സൊരു ദാസൻ്റെ മനസ്സിലാണ്
മനസ്സായി എൻ്റെ അപ്പൻ പറഞ്ഞത് എനിക്ക് നിവർത്തി. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്ക് ആർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ കണക്ക് കൊടുക്കേണ്ടത് എൻ്റെ ഉടമസ്ഥനായ എൻ്റെ അപ്പനാണ്. അപ്പൻ പറഞ്ഞും എനിക്ക് ചെയ്യണം. അങ്ങനെ ഒരു വെളിപ്പാട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്കൺ മുട്ടിട്ട് പ്രാർത്ഥിച്ച് ഒരു 2 മിനിറ്റ് തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ അങ്ങനെ വളർത്തണമേ അപ്പ. എനിക്കറിയില്ല ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എന്നെ അങ്ങനെ ഒന്ന് വളർത്തണമേ അപ്പ, എന്നെ അങ്ങനെ ഒന്ന് വളർത്തണമേ അപ്പ. നിന്റെ ദാസനായിട്ട് എന്നെ വളർത്തണമേ. രാജാവ് അവിടെ നിൽക്കട്ടെ, പുരോഹിതൻ അവിടെ നിൽക്കട്ടെ, സൺഷിപ്പ് അവിടെ നിൽക്കട്ടെ, പുത്രത്വം അവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലെ കർത്താവ് പറ, കർത്താവേ അതെല്ലാം ഉണ്ടായിട്ട് നീ പറയുന്നത് അനുസരിക്കുക എന്ന മൈൻഡ് സെറ്റ് എന്റെ അകത്തില്ല. ഞാൻ അകന്നുപോയാൽ എന്നെ പോലും നികൃഷ്ടൻ ആരുമില്ല കർത്താവേ. ഞാൻ എന്നെ പൂർണ്ണമായിട്ട് ഇന്ന് രാവിലെ സമർപ്പിക്കുകയാണ്. റാബൽ ഘനഗതന അദുരപനഘടകതന ഒരു ദാസനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ഒരു ദാസനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറട്ടെ, എൻ്റെ മനോഭാവം അങ്ങനെ മാറട്ടെ, എൻ്റെ ചിന്താഗതികൾ അങ്ങനെ മാറട്ടെ, എൻ്റെ ബന്ധങ്ങളുടെ അകത്ത് ദൃഢതകൾ സംഭവിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. ശാബല ജിനാദരാധന പ്രൗഢപനഘടകതനം. അവിടെ നിഗളങ്ങളും അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും എല്ലാം പൊളിഞ്ഞു മാറി കർത്താവിന്റെ മുമ്പിൽ വിനയമുള്ളവരായി നാം സമർപ്പണമുള്ളവരായി നാം നമ്മെ തന്നെ യാഗമാക്കുന്നവരായി മാറാൻ തുടങ്ങും. റിബന ജഗദുരാധന പ്രൗഢമന ഘടകദുരിബിനി ഘടകധന അന്തൽ ഘടകധന. ദൈവം നിന്നെ പണിയുന്നുണ്ട് കേട്ടോ, ദൈവം നിന്നെ പണിയുന്നുണ്ട് കേട്ടോ, ദൈവം നിന്നെ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് നീ ആരാകണമെന്ന് ദൈവത്തിന് അറിയാം കേട്ടോ. ഇങ്ങനെ പരാതികളുടെ അകത്ത് നിൽക്കുന്ന യെശയ്യാവിനെ കർത്താവ് അവനെ ഉറപ്പിക്കുന്ന വെളിപ്പാട് കൊടുക്കുകയാണ് 1, 2, 3 അധ്യായത്തിൽ. 1, 2, 3 വാക്യത്തിൽ. നമ്മുടെ സമയം കഴിയുന്നു, അതുകൊണ്ട് ഞാനിത് ഇന്ന് വിശദീകരിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ ഞാനിത് വിശദീകരിക്കാം. ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവിടെ തമ്പുരാൻ്റെ പരിപാടി നടക്കുന്നുണ്ട്, പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. തമ്പുരാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ശബ്ദം നിന്നിൽ കൂടെ കേൾപ്പിക്കാൻ പോവുകയാണ്. നീ പറഞ്ഞില്ലേ പ്രയത്നഫലം വെറുതെയാണ്, നിഷ്ഫലമാണെന്നൊക്കെ പറഞ്ഞില്ലേ, നീ തൊട്ട് താഴെ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ അല്ല മോനെ, ഞാൻ നിന്നെ എൻ്റെ ശബ്ദമാക്കി മാറ്റാൻ പോവുകയാണ്. 1. 2, ഞാൻ നിന്നെ അതിനുവേണ്ടി ഞാൻ നിന്നെ വിളിച്ചു. ഇവിടെ വെളിപ്പാടുണ്ട് കേട്ടോ. നിൻ്റെ ഫെയിലിയറോ, നിൻ്റെ റിജക്ഷനോ, നിൻ്റെ ഫാമിലി പ്രോബ്ലമോ, നിൻ്റെ ഫൈനാൻഷ്യൽ ലിമിറ്റേഷനുകളോ, നിൻ്റെ അക്കാഡമിക് സ്ട്രഗിളുകളോ, നിൻ്റെ പ്രസൻറ്റ് കൺഫ്യൂഷനോ ഒന്നും എനിക്ക് വിഷയമല്ല. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബൈബിൾ കോളേജിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഒന്നും പറയാത്തതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പം മലയാളം മീഡിയമാണ് പഠിച്ചത്. മലയാളം മീഡിയം പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകണമായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കണമെങ്കിൽ +2 പാസ്സാകണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബൈബിൾ കോളേജുകൾ നിങ്ങളുടെ അക്കാഡമിക് നിങ്ങളുടെ നിലവാരം നോക്കും. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനാകാൻ ഇവിടുത്തെ അക്കാഡമിക് ഒന്നൊരു വിഷയമല്ല കേട്ടോ. നിങ്ങൾക്ക് മലയാളം എഴുതാൻ അറിയില്ലെങ്കിലും കർത്താവ് നിന്നെ രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശുശ്രൂഷകനാക്കി മാറ്റും കേട്ടോ. ഞാൻ മലയാളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇംഗ്ലീഷിൻ്റെ കാര്യമല്ല പറഞ്ഞത്. കാരണം നിന്നെ വിളിച്ചത് ദൈവമാണ്.
ദൈവമാണ് വിളിച്ചതെങ്കിൽ, ദൈവം ഇവിടെ ഗർഭത്തിൽ വെച്ച് വിളിച്ചെന്നുണ്ട്. എന്നാൽ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞെന്ന് പറയുന്നൊരു വാക്യമുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിലേക്ക് നോക്കിയിട്ടാണ് നീ അഭിപ്രായം പറയുന്നത്. തമ്പുരാൻ നിന്റെ പരാജയവും നീ അനുഭവിക്കുന്ന റിജക്ഷനുകളും ഫാമിലി പ്രോബ്ലങ്ങളും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് വെച്ചുകൊണ്ട് ദൈവാത്മാവ് നിന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ഞാൻ നിന്റെ പേര് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഓടിച്ചു വിടുകയാണ്. 2-ാം വാക്യം, അവൻ എൻ്റെ വായെ, മോളെ വാക്യം ഒന്ന് വായിച്ച്. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. എൻ്റെ വായെ ദൈവാത്മാവ് അവൻ്റെ വായെ ദൈവത്തിൻ്റെ ആയുധമാക്കി മാറ്റുക. അപ്പൊ ശബ്ദം സംസാരിക്കാൻ മാത്രമല്ല, സാക്ഷി പറയാൻ മാത്രമല്ല, പ്രസംഗിക്കാൻ മാത്രമല്ല, പാട്ടുപാടാൻ മാത്രമല്ല, നയിക്കാൻ വേണ്ടി മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, കോൺവെർസേഷന് മാത്രമല്ല, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ആണ്. എന്നാൽ ഇതിനപ്പുറത്ത് ഈ ഇൻഫ്ലുവൻസുകാരുണ്ടാക്കുന്നതിനകത്ത് ഡിസ്ട്രാക്ഷൻ സംഭവിക്കാം. പക്ഷേ ഞാൻ നിന്നെ എൻ്റെ വായാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വായുടെ പ്രത്യേകത, ആ വായ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ഞാൻ നിന്നെ എൻ്റെ വായാക്കി മാറ്റും. ഞാൻ നിന്നെ എൻ്റെ വായാക്കി മാറ്റും. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി മാറ്റി. അപ്പം നിന്നെ ദൈവത്തിൻ്റെ മൂർച്ചയുള്ള വാളാക്കി നിന്റെ വായെ മാറ്റുന്നുണ്ടെങ്കിൽ നിന്നിലൂടെ ക്രിസ്തു ആഴമായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ വായിൽ ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അറിയുന്നില്ല. നീ നിന്റെ അവസ്ഥയിലേക്ക് നോക്കി അഭിപ്രായം പറയല്ലേ. ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. അടുത്ത വാക്ക് പറയാണ്, അവൻ എൻ്റെ കയ്യിൻ്റെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. കണ്ടോ, ദൈവം എന്നെ ഒളിപ്പിച്ചു. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, പക്ഷെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ അവൻ മറച്ചു വെച്ചു. എന്തുവാന്ന്? ദൈവം നിന്നെ മിനുക്കിയ അമ്പാക്കി, ഷാർപ്പ് ചെയ്ത്, അലൈൻമെന്റ് ചെയ്ത് നിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്തിനാ അറിയാമോ? റിലീസ് ചെയ്യാൻ. പക്ഷേ ഒരു അമ്പ് മിനുക്കി അമ്പാക്കി വെക്കുമ്പോൾ അത് ഒന്ന് അവനെ ഷാർപ്പാക്കി മാറ്റും, 2 അതിനെ അലൈൻ ചെയ്ത് വെക്കും, 3 അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആരും കാണാത്ത സ്ഥലത്ത് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. എന്തിനാ പറയാമോ? ദൈവത്തിന്റെ സമയത്ത് പുറത്തു കൊണ്ടുവന്ന് ദൈവിക അസൈൻമെന്റ് നിവർത്തിക്കാൻ. കണ്ടോ, ദൈവത്തിന്റെ ദാസനായ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം അവനെ ഒരു മിനുക്കി അമ്പാക്കി. ദൈവം അവനെ ആരാക്കിയ? അവൻ ഇടയനായിരുന്നു, പക്ഷെ ദൈവത്തിന് അവനെ ആരാക്കണം? രാജാവാക്കണം. ദൈവത്തിൻ്റെ കൈക്കകത്ത് ഒരു മിനുക്കിയ അമ്പായി അവസ്ഥ കണ്ട നടുവിലൂടെ തകർന്നുകൊണ്ട് നടന്ന് കാട്ടിനകത്ത് ജീവിതം മതിയെന്ന് പോലും ചിന്തിക്കാവുന്ന അവസ്ഥയിൽ നടന്നിരുന്ന ദാവീദിനെ തമ്പുരാൻ ഒരു മിനുക്കിയ അമ്പാക്കി, ഒരു രാജാവാക്കി മാറ്റി. യോസഫിനെ ഒരു ഭരണാധികാരിയാക്കി മാറ്റി. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? വ്യക്തിത്വങ്ങളെ കർത്താവ് എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അതാക്കി അവരുടെ സാഹചര്യങ്ങളുടെ നടുവിലൂടെ ദൈവം അവരെ ആക്കി മാറ്റുകയാണ്. എന്നിട്ട് എന്താക്കി മാറ്റുകയാണ്? തമ്പുരാൻ അവരെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇന്ന് നിന്നെ കാണാൻ ആരുമില്ല, ഇന്ന് നിന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ ആരുമില്ല, പൊതുവിലൊരു മിനിസ്ട്രി ഇല്ല, നിനക്ക് യാതൊരു മേഖലകളുമില്ല. പേടിക്കണ്ട കേട്ടോ. ദൈവമാണ് നിന്നെ മറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ദൈവം നിന്നെ മറക്കുകയല്ല. ഇതൊരു പ്രിപ്പറേഷനാണ്. ദൈവത്തിൻ്റെ സമയത്ത് നിന്നെ പുറത്തിറക്കാൻ ദൈവം ആളുകളിൽ നിന്ന് നിന്നെ മറച്ചു വെപ്പിച്ച് അത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ നിർമ്മിച്ചെടുത്ത് നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദാസനാക്കി മാറ്റാനാണ്. ഇന്ന് രാവിലെ എന്നെ കർത്താവ് കാണിച്ച സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ ഇതിനകത്ത് കർത്താവ് ഒരു ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ നടത്താൻ പോവുകയാണെന്നൊരു വെളിപ്പാടെന്നെ കാണിച്ചതിനോട് ബന്ധത്തിലാണ് ഞാൻ ഈ വാക്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ എന്നെ വളർത്തുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുറപ്പുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ എന്നെ വളർത്തുന്നൊരു അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. ഈ പറഞ്ഞതൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ. പല നിലകളിൽ, ജോലിസ്ഥലത്ത്, കുടുംബത്തിനകത്ത്, ബിസിനസ്സിനകത്ത്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് പല നിലകളിൽ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന, നോക്കിയേ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്
എന്ന് ചോദിക്കുന്ന തലത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, നിന്നെ മറച്ചു വെച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ അവനെ മഹത്വീകരിക്കപ്പെടാൻ പോവുകയാണ്. അവൻ ഇസ്രായേലേ നീ എന്റെ ദാസനാണ്, ഇസ്രായേലേ നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ, അങ്ങനെ പ്രാർത്ഥിച്ചു. നിന്നിൽ ദൈവത്തിന്റെ മഹത്വം തുറക്കോ, അതാണ് നിന്റെ ഗ്രാജുവേഷൻ. നിന്നിൽ ദൈവത്തിന്റെ മഹത്വം തുറക്കോ, അതാണ് നിന്റെ ഗ്രാജുവേഷൻ. അത് സംഭവിക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ദൈവാത്മാവ് നടത്തുന്ന പാഠശാലയിലൂടെ നിങ്ങൾ നടക്കാമെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾക്കെല്ലാം മാറ്റമുണ്ടാക്കി ദൈവാത്മാവ് നിങ്ങളെ ദൈവത്തിൻ്റെ പ്രകാശമാക്കി. ഈ വാക്യമധ്യായം ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണമെന്ന്. ദൈവത്തിൻ്റെ ഭൂമിയുടെ അറ്റങ്ങളോളം എത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശമാക്കി, ദേശങ്ങളെ ഉയർത്തുന്നവരാക്കി, രാജാക്കന്മാരും പ്രഭുക്കന്മാരും എഴുന്നേറ്റ് നിൽക്കുന്ന തലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ആത്മതലത്തിൽ അതോറിറ്റിയിലേക്ക് വളർത്താൻ തുടങ്ങും. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ നിങ്ങൾ എഴുന്നേൽപ്പിക്കും. സൂക്ഷിക്കപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചു വരുത്തും. നീ ദാസനായിട്ട് ഒരു കാലഘട്ടം ഇരുന്നാൽ, വാക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ, എനിക്ക് ദാസനായിരുന്നത് പോരാ,
എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നുവെന്ന് അവൻ അരുളിച്ചു. ഒരു കാലഘട്ടം ദാസനായിട്ടിരുന്ന് നീ സമർപ്പണത്തോടെ ചെയ്യേണ്ടത് ചെയ്താൽ അടുത്തൊരു സീസൺ ജാതികൾക്ക് പ്രകാശമായി ദൈവം നിന്നെ പുറത്തിറക്കുന്നൊരു കാലഘട്ടമുണ്ട്. ഞാൻ അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു സ്പിരിച്വൽ ഗ്രാജുവേഷൻ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ചെയ്യുവാനൊരു സീസൺ ഒരുക്കട്ടെ. അത് അക്ഷരികമായിട്ട് അങ്ങനെ ചെയ്യാനാണോ, സ്പിരിച്വൽ റിലത്തിലാണോ അതങ്ങനെ സംഭവിക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് പിടുത്തമില്ല. ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു സ്വപ്നമാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒരൊറ്റ മൈൻഡ് സെറ്റ് നിങ്ങളുടെ അകത്തുണ്ടാകണം. കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനമായിട്ട് പഠിക്കാൻ ഒരു സമർപ്പണം നിങ്ങളുടെ അകത്ത് ദൈവ ആത്മാവ് തുറക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ അടിയനെ കാണിച്ച സ്വപ്നത്തോടുള്ള ബന്ധത്തിലാണല്ലോ ഞങ്ങൾ ഈ സെക്ഷൻ എടുത്തത്. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പലതാണ്, ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ പലതാണ്. ഇത് ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ പലതുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരാണെന്ന് മനസ്സിലാക്കി ആര് ഏത് വിധത്തിൽ അഭിപ്രായം പറയുമ്പോഴും അതിൻ്റെ നടുവിൽ ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പുതിയ നിയമ വെളിപ്പാടിൽ ഞങ്ങളുടെ മേൽ തുറക്കുന്ന ജീവനാലും ആത്മാവിനാലും ശക്തിയാലും ക്രിസ്തു അനുരൂപരായി വളർന്ന് ഞങ്ങൾ ഒരു സംഘാത പാത്രമായി പുതിയ വീഞ്ഞിനെ തുറക്കുവാനും അത് ഭൂമിയുടെ അറ്റത്തോളം ജാതികൾക്ക് പ്രകാശമായി മാറുന്ന ദൈവിക അനുഭവങ്ങൾ തുറക്കാൻ അങ്ങിവരെ അനുഗ്രഹിപ്പാൻ ഞാനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് ഇതിനകത്ത് വചനം പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ഇന്ന് രാവിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവ് പഠിപ്പാനുള്ള ആഗ്രഹം ആഴമായിട്ട് തുറന്നു കൊടുക്കണമേ. ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കണം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തിനായിട്ടുള്ള ഭയങ്കരമായൊരു വിശപ്പും ദാഹവും ഇവരകത്ത് തുറന്നു കൊടുത്ത് അതിനകത്തുകൂടെ ഇവർ വളരുമ്പോൾ ഇവരുടെ മേലുള്ള മരണങ്ങൾ മുഴുവൻ ക്യാൻസലായി, ഇവരുടെ മേലുള്ള ബാരിയറുകൾ മുഴുവൻ പൊട്ടി ഇവർ ആത്മതലത്തിൽ പുറത്തു വരുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ ഷാർപ്പായി മാറട്ടെ. ദൈവം അയക്കേണ്ടിടത്ത് ദൈവശബ്ദം കേൾക്കേണ്ട ജാതികളുടെ അടുക്കിലേക്ക്, ദ്വീപുകളുടെ അടുക്കിലേക്ക് അങ്ങ് ഇവരെ അപ്പോയിന്റ് ചെയ്ത് അസൈൻ ചെയ്ത് അയക്കാൻ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. മഹത്വം കുഞ്ഞാടിന്. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരിയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. രാവിലെ 11 മണിക്ക് നമുക്ക് ബൈബിൾ കോളേജ് ക്ലാസ് ഉണ്ട്. പുതിയ തുരുത്തി പുതിയ വീഞ്ഞും നമ്മൾ എന്താണെന്ന് പഠിക്കുകയാണ്. നിങ്ങൾക്കത് പഠിക്കാനുള്ള സാവകാശമുണ്ട്. 11 മണിക്ക് രാവിലെ ബൈബിൾ കോളേജ് ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഷലോം.